വിദ്യ റെക്കോർഡ് ഇട്ടില്ലേ? ഇട്ടു സാറേ, വന്നു ഇട്ടോ? സാറേ. അതിനു വേണ്ടിയിട്ട് പരീക്ഷത്തിൽ ചോദിക്കുകയാണ്. ഉക്തസ്ത്വയാ ഭൂമണ്ഡലായാമവിശേഷോ യാവത ആദിത്യസ്തപതി യത്ര ചാഫോ ജ്യോതിഷാം ഗണേശ്ചന്ദ്രമാവാ ഫഹദൃശ്യതേ. ഉക്തസ്ത്വയ, അങ്ങേ പറഞ്ഞല്ലോ, ഭൂമണ്ഡല ആയാമ വിശേഷ, ഭൂമണ്ഡലത്തിന്റെ ദൈർഘ്യവിശേഷം. ആയാമം, നീളം, വിസ്തൃതി, അത് മുഴുവൻ അങ്ങ് പറഞ്ഞുവല്ലോ. യാവത് ആദിത്യ തപതി, സൂര്യന്റെ ആ തപന ശക്തി ഏതൊരു ദിക്കിൽ വരെ വ്യാപരിക്കുന്നോ അതുവരെയാണ് ലോകം എന്ന് പറഞ്ഞിരുന്നത്. ഞാൻ ലുക്യതേതി ലോക എന്നൊക്കെ പറഞ്ഞിരുന്നു. സൂര്യരശ്മി കൊണ്ട് ഏത് ഭാഗം കാണപ്പെടുന്നുവോ അത്രയും വരെയുള്ളതിന് പേരാണ് ലോകം എന്നൊക്കെ പറഞ്ഞിരുന്നു. നേരത്തെ നമ്മൾ ചർച്ച ചെയ്താണ്. അങ്ങനെ ആദിത്യം തപിക്കുന്നത് വരെയുള്ള ഭൂമണ്ഡലത്തിന്റെ ആയാമവിശേഷങ്ങൾ എത്ര ജാഫൗ ജ്യോതിഷം ഗണേഹി ചന്ദ്രമാവ ഫഹദൃശ്യത, ജ്യോതിർഗോളത്തോടൊപ്പം തന്നെ ജ്യോതിഷാം ഗണേഹി ചന്ദ്രമ, ചന്ദ്രനും കാണപ്പെടുന്ന ഊർധ്വലോകം വരെയുമാണ് അങ്ങയാൽ നേരത്തെ പറയപ്പെട്ടത്. ഭൂമണ്ഡലം, മുകളിലേക്ക് പോയാൽ ഊർധ്വലോകം. ഈ രണ്ട് ലോകങ്ങളെ കുറിച്ച് അങ്ങ് ഞങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാണല്ലോ. ഉക്തസ്ത്വയാ ഭൂമണ്ഡലായാമവിശേഷോ യാവത് ആദിത്യസ്തപതി യത്ര ജാഫോ ജ്യോതിഷം ഗണേശ്ചന്ദ്രമാവാ ഫഹദൃശ്യതേ. ഉക്തസ്ത്വയാ ഭൂമണ്ഡലായാമവിശേഷോ യാവത് ആദിത്യസ്തപതി യത്ര ജാഫോ ജ്യോതിഷം ഗണേഹി ചന്ദ്രമാവാ ഫഹദൃശ്യതേ. തത്രാപി പ്രിയവ്രതരഥചരണപരിഘാതൈ സപ്തസിന്ധവ ഉപക്ലിപ്താഃ യഥാ ഏതസ്യാഃ സപ്തദ്വീപവിശേഷവികൽപസ്ത്വയാ ഭഗവൻ ഖലു സൂചിതാം ഏതദേവാഖിലം അഹം മാനദോ ലക്ഷണതശ്ച സർവം വിജിജ്ഞാസാമി. തത്രാപി, അതിൽ വെച്ച് പ്രിയവ്രത രഥചരണ പരിഘാതൈഹി, പ്രിയവ്രതന്റെ രഥചരണം, രഥചക്രം അത് സഞ്ചരിച്ചു പോയപ്പോൾ കുഴിച്ച, പരിഘാതം ചെയ്ത സപ്തഭിഹി, 7 കുഴികളുണ്ടായി. സപ്തസിന്ധവഹൈതി, അതിനെ 7 സമുദ്രങ്ങൾ എന്ന് ഉപക്ലിപ്ത നിശ്ചയിച്ച് വ്യക്തമാക്കി പറഞ്ഞു കഴിഞ്ഞാൽ യതഃ, യാതൊന്നിൽ നിന്നാണോ ഏതസ്യാഹ ഈ കാണപ്പെട്ട സപ്തദ്വീപ വിശേഷ വികല്പ, സപ്തദ്വീപുകളിലെ വിശേഷ വികല്പം, സപ്തദ്വീപുകളിലെ വിശേഷപ്പെട്ട വികല്പം, കൽപ്പന. ഇത് അവിടെ പോയി അളന്ന് സമുദ്രത്തിന്റെയും ഇതൊന്നും കണ്ടുപിടിച്ചതല്ല, തന്റെ ബുദ്ധിയിൽ ഭാവന കൊണ്ട് കൽപ്പിച്ചുണ്ടാക്കിയതാണ്. അത് ശരി തന്നെയാണ്. അതാണ് തപസ്സിന്റെ മഹത്വം അവിടെയാണ്. അല്ലാണ്ട് വെറുതെ അവിടെ പോയല്ല അളന്ന് തിട്ടപ്പെടുത്തി ഭൂമി മുഴുവൻ എന്താണ് ടേപ്പ് കൊണ്ട് നടന്നിട്ട് ഇത്ര വീതി വിസ്താരം, മുകളിലോട്ട് ചന്ദ്രൻ ഇത്ര, ഇതൊന്നും പോയി കണ്ടൊന്നുമല്ല. അതുകൊണ്ടാണ് അവിടെ വിശേഷ വികൽപ ത്വയാ ഭഗവൻ, ഹേ ഭഗവൻ, അങ്ങയാൽ സൂചിതഖൽ, സൂചിപ്പിക്കപ്പെട്ടുള്ളൂ. ഏതദേവ അഖിലം അഹം, അത് തന്നെ എല്ലാം ഞാൻ, മാനതോ ലക്ഷണതഷ്ട, അളവത്തോടും ലക്ഷണത്തോടും, മാനത അളവോടെ, ലക്ഷണത ലക്ഷണത്തോടെ, സർവം വിജിജ്ഞാസാമി, എല്ലാം ഞാൻ വിശേഷമായി അറിയാൻ ആഗ്രഹിക്കുന്നു. വിജിജ്ഞാസാമി. അപ്പൊ അന്ന് ഇത്രേ പറഞ്ഞുള്ളൂ. പ്രിയവ്രതന്റെ രഥം സഞ്ചരിച്ചു പോയി എന്നും അപ്പോൾ ഒരു ഭാഗം ഇരുട്ടായത് രഥത്തിന്റെ പ്രകാശരശ്മി കൊണ്ട് അവിടെയും കൂടി പ്രകാശമുണ്ടാക്കിക്കൊണ്ട് ഭൂമണ്ഡലത്തെ മുഴുവൻ സഞ്ചരിച്ചു. അങ്ങനെ സഞ്ചരിച്ചു പോയപ്പോൾ രഥചക്രം ഇടയ്ക്കിടയ്ക്ക് പതിഞ്ഞ സ്ഥലങ്ങളൊക്കെ സമുദ്രങ്ങളായി പോയി എന്നും, അങ്ങനെ 7 സമുദ്രം ഉണ്ടായി എന്നൊക്കെ അങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ വിസ്തൃതമായ ഈ സപ്ത സമുദ്രങ്ങൾ, അതുകൊണ്ട്
ഈ ഭൂമിക്കുണ്ടായ മാറ്റങ്ങളും വികാരങ്ങളും എത്ര ഖണ്ഡങ്ങളായിട്ടൊക്കെയാണ് തിരിച്ചത്, അതിന്റെ അളവ്, വിസ്താരം, അതിലെ വിശേഷങ്ങൾ ഇങ്ങനെ വിസ്തരിച്ചറിയാൻ ആഗ്രഹിക്കുന്നു എന്ന് രാജാവ് ചോദിക്കാം. തത്രാപി പ്രിയോ വ്രതരഥചരണപരിഘാതൈ സപ്തഭിസപ്തസിന്ധവ ഉപക്ലുപ്താ യതഃ ചേതസ്യാഹ സപ്തദ്വീപവിശേഷവികൽപസ്ത്വയാ ഭഗവൻ ഖലു സൂചിതാം ഏതദേവാഖിലം അഹം മാനദോ ലക്ഷണതശ്ച സർവം വിജിജ്ഞാസാമി. തത്രാപി പ്രിയൗ വ്രതരഥചരണപരിഘാതൈ സപ്തസിന്ധവ ഉപക്ലുപ്താ യതഃ ചേതസ്യാഹ സപ്തദ്വീപവിശേഷവികൽപഃ ത്വയാ ഭഗവൻ ഖലു സൂചിതാം ഏതദേവാഖിലമഹം മാനദോ ലക്ഷണതശ്ച സർവം വിജിജ്ഞാസാമി. വായിക്കണമെന്നുള്ളേ, അത് കിട്ടിയോ? കുഴപ്പമില്ല. ഭഗവതോ ഗുണമയേ സ്ഥൂലരൂപ ആവേശിതം മനോഹ്യ ഗുണേപി സൂക്ഷ്മതമ ആത്മജ്യോതിഷി പരേ ബ്രഹ്മണി ഭഗവതി വാസുദേവാക്ഷ്യേ ക്ഷമമ ആവേശിതും തതു ഹൈ തത് ഗുരോ അർഹസ്യനുവർണയിതുമിതി. അപ്പൊ അങ്ങേക്ക് തോന്നാം, ഭാഗവതം പഠിക്കാൻ പോകുന്ന, ഭഗവാനെ കുറിച്ച് അറിയാൻ പോകുന്ന, ഭക്തിയിലൂടെ മോക്ഷത്തിലേക്ക് കിടക്കാൻ പോകുന്ന താങ്കൾക്ക് ഈ കണക്കും ഈ വിസ്താരവും ഒക്കെ ഉണ്ട്, എന്ത് ചെയ്യാന്? ഇനി വല്ല ആവശ്യമുണ്ടോ? ഈ സ്തുതികളും പാഠങ്ങളും ഒക്കെ ഉച്ചരിച്ച് ലക്ഷ്യത്തിലേക്ക് എത്തിയാൽ പോരെ എന്ന് ആണെങ്കിൽ, ഭഗവതോ ഭഗവാന്റെ ഗുണമയ സ്ഥൂലരൂപേ, ഈ കാണപ്പെടുന്ന പ്രപഞ്ചത്തിന്റെ സ്ഥൂലരൂപം മുഴുവൻ ഭഗവാന്റെ ഗുണം കൊണ്ട് നിറഞ്ഞതാണ്. ഗുണമയ സ്ഥൂലരൂപേ ആവേശിതം, അതിലേക്ക് ആവേശിക്കപ്പെട്ട മനസ്സ് ഹി അഗുണേപി, അഗുണത്തിലും സൂക്ഷ്മതമമായ ആത്മജ്യോതിഷ് പരേ, പരമമായ ആത്മജ്യോതിഷരായ ബ്രഹ്മണി ഭഗവതി, ഭഗവാന്റെ ബ്രഹ്മസ്വരൂപത്തിൽ വാസുദേവാഖ്യേ, വാസുദേവൻ എന്ന പേരുള്ള ബ്രഹ്മസ്വരൂപത്തിൽ ക്ഷമം ആവേശിതും, ആവേശിതും ക്ഷമം, ആവേശിക്കുവാൻ പര്യാപ്തമാണ്, ക്ഷമമാണ്. സ്ഥൂലരൂപത്തെക്കുറിച്ച് അറിഞ്ഞ് പഠിച്ച് അതിൽ മനസ്സുറപ്പിക്കുമ്പോഴാണ് അതിൽ നിന്നും സൂക്ഷ്മത്തിലേക്ക് പോകാൻ തോന്നുക. നേരിട്ട് ഇന്നത്തെ മനുഷ്യർക്ക് സൂക്ഷ്മതയിലേക്ക് പോകാൻ പറ്റില്ല. കാരണം അവരുടെ മനസ്സും ബുദ്ധിയും ഒക്കെ എപ്പോഴും ഭൗതിക വിഷയങ്ങളിലേക്ക് വ്യാപരിക്കാൻ പാകത്തിന് സൃഷ്ടിച്ചിരിക്കുകയാണ്. ഇന്ദ്രിയങ്ങളും മനസ്സും ബുദ്ധിയും ഒക്കെ ഭൗതിക വിഷയത്തിലേക്ക് വ്യാപരിക്കാൻ പാകത്തിനാണ് സൃഷ്ടിച്ചത്. അതിൽ നിന്നും അപ്പം അതിലേക്ക് വ്യാപരിക്കുക തന്നെ ചെയ്യും. അതും ഭഗവാന്റെ സ്ഥൂല രൂപമാണല്ലോ. ഈ പ്രപഞ്ചത്തിൽ മുഴുവനും അങ്ങയുടെ ഒരു തേജസ് നിറഞ്ഞു നിൽപ്പുണ്ട്. അങ്ങില്ലാത്ത സ്ഥലം ഈ പ്രപഞ്ചത്തിലെങ്ങുമില്ല. അപ്പോൾ പ്രപഞ്ചത്തിലെ ഏതെങ്കിലും ഒരു വസ്തുവിനെ കുറിച്ച് പഠിച്ചാൽ അങ്ങയെ കുറിച്ച് പഠിക്കലാവും. അങ്ങനെ സ്ഥൂലമായി അറിഞ്ഞ മനസ്സ് അത് മതിയാക്കിയിട്ട് അതിൽ നിന്നും സൂക്ഷ്മതയിലേക്ക് പോകാൻ ആവുകയുള്ളൂ. അതുകൊണ്ടാണ് വിസ്തരിച്ചറിയണം എന്നാവശ്യപ്പെട്ടത്. ആ ചോദിക്കുന്ന ആള് എന്തുകൊണ്ട് ഞാൻ ഈ ചോദ്യം ചോദിക്കുന്നു എന്ന് വ്യക്തമാക്കി തന്നെയാണ് ചോദ്യത്തിലേക്ക് അവിടെ പ്രവേശിക്കുന്നത്. അതുകൊണ്ട് തത് ഏതത്, അതുകൊണ്ട് തന്നെ, തത് ഏതത് ഗുരു, ഹേ ഗുരു, അർഹഫി അനുവർണയിതും, അനുവർണയിതും അർഹഫി ഇത്, വിസ്തരിച്ച് വർണ്ണിക്കാൻ അങ്ങ് അതിന്റെ ക്രമമനുസരിച്ച്, അനുവർണ്ണനം ക്രമമനുസരിച്ച് വർണ്ണിക്കാൻ അങ്ങ് അർഹനാണ് എന്നുള്ളത് കൊണ്ടാണ് ഈ ചോദ്യം ഇപ്പോൾ ചോദിക്കുകയാണ്. എന്തിനാണ് വിസ്തരിച്ച് കേൾക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു മഹത്വം ഒന്ന് വ്യക്തമാക്കുക. സ്ഥൂലതയിൽ കൂടിയാണ് സൂക്ഷ്മതയിലേക്ക് എത്തുന്നത്. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഗുണത്തിൽ നിന്നേ ഗുണാതീതത്തിലേക്ക് കിടക്കാൻ പറ്റും. വെള്ളത്തിൽ നിന്നെങ്കിലേ കരക്ക് കയറാൻ പറ്റുള്ളൂ, അല്ല പറ്റില്ല. അപ്പൊ അതിൽ നിന്നും സൂക്ഷ്മമായ ആത്മപ്രകാശ സ്വരൂപമായ വാസുദേവൻ എന്നുള്ള നാമത്തോടു കൂടിയ പരബ്രഹ്മത്തിലേക്ക് പ്രവേശിക്കാൻ ഇങ്ങനെയാണ് ഞങ്ങൾക്ക് കഴിയുക. അതുകൊണ്ട് അതിനെ ക്രമത്തിൽ വർണ്ണിച്ച് കേൾപ്പിക്കണം എന്നാവശ്യപ്പെടുന്നു. ഭഗവതോ ഗുണമയേ സ്ഥൂലരൂപ
ആവേശിതം മനോ ഹ്യഗുണേപി സൂക്ഷ്മതമ ആത്മജ്യോതിഷിപരേ ബ്രഹ്മണി ഭഗവതി വാസുദേവാഖ്യേ ക്ഷമമാവേശിതം തദുഹൈ തദ്ഗുരോനു അർഹസ്യരുവർണയിതുമിതി ഭഗവതോ ഗുണമയേ സ്ഥൂലരൂപ ആവേശിതം മനോ ഹ്യഗുണേപി സൂക്ഷ്മതമ ആത്മജ്യോതിഷിപരേ ബ്രഹ്മണി ഭഗവതി വാസുദേവാഖ്യേ ക്ഷമമാവേശിതം തദുഹൈ തദ്ഗുരു അർഹസ്യനുവർണയിതുമിതി. ഈ പഞ്ചമത്തിൽ വരുന്ന ഏറ്റവും വലിയ വിഷമം പദങ്ങൾ പിരിച്ച് അർത്ഥബോധത്തോടെ വായിക്കുകയാണെങ്കിൽ അനായാസമായിട്ടും വായിച്ചു പോകാൻ പറ്റുന്ന ഭാഗമാണ് പഞ്ചമം. അത് ആവാത്തത് കൊണ്ടാണ് പലപ്പോഴും അത് ക്ലേശമാണ്, ക്ലിഷ്ടതയാണ് എന്ന് നമ്മളെപ്പോഴും വിചാരിക്കുന്നത്. അതുകൊണ്ടാണ് ഭഗവതോ ഗുണമയേ സ്ഥൂലരൂപ ആവേശിതം മനോ ഹ്യഗുണേപി സൂക്ഷ്മതമാത്മ ജ്യോതിഷ്വരേ ബ്രഹ്മണി ഭഗവതി വാസുദേവാഖ്യേ ക്ഷമമാവേശിതം തദുഹൈ തദ്ഗുരു വർണ്ണയിതുമിതി. ഋഷിരുവാച 3 ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ ഋഷി അതിന് മറുപടിയിലേക്ക് കിടക്കുകയാണ്. നവൈ മഹാരാജ ഭഗവതോ മായാഗുണവിഭൂതേഃ കാഷ്ഠാം മനസാ വചസാ വാധികന്തും അലം വിബുധായുഷാപി പുരുഷസ്തസ്മാത് പ്രാധാന്യേനൈവ ഭൂഗോളകവിശേഷം നാമ രൂപ മാന ലക്ഷണതോ വ്യാഖ്യാസ്യാമ. ഹേ മഹാരാജ, അല്ലയോ മഹാരാജാവേ, ഭഗവതോ മായാഗുണ വിഭൂതേഹ കാഷ്ഠ, മായാഗുണത്തിന്റെ വിഭൂതികളോടുകൂടിയ ആ ഭഗവാന്റെ ഐശ്വര്യത്തിന്റെ കാഷ്ഠ, പരമകാഷ്ഠ, അങ്ങേയറ്റം മനഫ വചഫാവ അധികന്തും വിബുധായുഷാപി, മനസ്സുകൊണ്ടോ വാക്കുകൊണ്ടോ എത്തിച്ചേരുവാൻ ദേവന്മാർക്ക് പോലും ആവില്ല. വിബുധായുഷ അപി, വിബുധന്മാരുടെ ദേവന്മാരുടെ ആയുസ് കൊണ്ടുപോലും പറ്റില്ല. പിന്നാട്ടെ മനുഷ്യന്റെ. ഭഗവാന്റെ മായാഗുണമാണ് ഈ പ്രപഞ്ചം മുഴുവൻ. അതിൽ കാണപ്പെടുന്ന വിഭൂതികളും ഭഗവാന്റെ വിഭൂതികളാണ്. അതിന്റെ ഒരു കാഷ്ട, പരമകാഷ്ട, അങ്ങേയറ്റം. അവിടേക്ക് എത്താൻ മനസ്സുകൊണ്ടും പറ്റില്ല, വാക്കുകൊണ്ടും പറ്റില്ല. മനഫ വചഫ വാ അധികന്തും, അധിഗമിക്കുന്നതിനെ വിബുധായുഷാപി ന അലം, വിബുധായുസിനു പോലും പര്യാപ്തമല്ല. ആദ്യത്തെ ന ഇവിടെ വരും, ന അലം. ഒന്നിച്ച് വായിക്കുമ്പോൾ അധുഗന്തും അലം എന്നൊക്കെ നിങ്ങൾക്ക് തോന്നും. അവിടെയൊക്കെ അധുഗന്തും അലം എന്നാണ് വാക്ക്, മലം എന്നുള്ളൊരു വാക്കല്ലത്. അതുകൊണ്ട് ആ അർത്ഥം മനസ്സിലാക്കി തന്നെ വായിച്ചാൽ വളരെ സിമ്പിൾ ആയിട്ടാണ് എഫ് വായിച്ചു പോകാൻ പറ്റും. പുരുഷ തസ്മാത് പ്രാധാന്യേനൈവ, അതുകൊണ്ട് പ്രാധാന്യത്തോടു കൂടി തന്നെ ഭൂഗോളക വിശേഷം, ഭൂഗോളകത്തിന്റെ വിശേഷങ്ങൾ നാമ രൂപ മാന ലക്ഷണം, അതിൻ്റെ പേര്, അതിൻ്റെ രൂപം, അതിൻ്റെ സ്വരൂപം, അതിൻ്റെ മാനം, അളവ്, ഈ ലക്ഷണത്തോടുകൂടി ഞാൻ പറയാം വ്യാഖ്യാസ്യാണ്. ഒരു വിഷമമില്ല, കേട്ടു, ഇതല്ലേ വേണ്ടുള്ളൂ. ഇത് പറയാൻ യോഗ്യതയുണ്ട്, പറയേണ്ടത് ആവശ്യമാണ്. കേൾക്കാൻ അങ്ങ് ആവശ്യപ്പെട്ടപ്പോൾ അത് പറയുക തന്നെ ചെയ്യണം. ഈ 3 ഒത്തു വന്നപ്പോൾ, പക്ഷേ ഇത് മുഴുവനും പറഞ്ഞു പറ്റിക്കാൻ പറ്റും എന്ന് എൻ്റെ മനസ്സിനോ എൻ്റെ വാക്കിനോ ബുദ്ധിക്കോ എത്തും എന്ന് പറയാൻ പറ്റില്ല. എങ്കിലും ഞാൻ എൻ്റെ മനസ്സുകൊണ്ടും എൻ്റെ വാക്കുകൊണ്ട് ഞാൻ ചിന്തിച്ച് തപസ് ചെയ്ത് കണ്ടെത്തിയ ആ വിശേഷങ്ങൾ മുഴുവൻ വാക്കുകൊണ്ട് പറയാൻ പോകും. കേട്ടോ, മനഫ വചഫ രണ്ടുകൊണ്ടും പൂർണ്ണ ആയിട്ടും ന അലം പര്യാപ്തമല്ല. പക്ഷേ ഞാൻ തപസ്സുകൊണ്ട് എൻ്റെ മനസ്സിനെ അതിന് പര്യാപ്തമാക്കിയിട്ട് അപ്പ കിട്ടിയ ശക്തിയാകുന്ന വാക്കുകൊണ്ട് ഞാൻ പറയാൻ പോവാം. മുഴുവനാകുമെന്ന് പറയാൻ പറ്റത്തില്ല. ഇതാണ് എനിക്കുള്ള ഒരു യോഗ്യത. ഈശ്വരാനുഗ്രഹം കൊണ്ട് തപസ് ചെയ്യാൻ പറ്റി. ആ തപസ് കൊണ്ട് എനിക്ക് വാക്ക് നന്നായി ഉപയോഗിക്കാൻ പറ്റി. ഇത് 2 യോഗ്യത കൊണ്ട് ഞാൻ ഏറെക്കുറെ പറഞ്ഞു പറ്റിക്കാമോ നോക്കട്ടെ. നവൈ മഹാരാജ ഭഗവതോ മായാഗുണവിഭൂതേ കാഷ്ഠാം
മനഫാവജഫാവാധികന്തുമലം വിബുധായിഷാവി പുരുഷസ്തസ്മാത് പ്രാധാന്യേനൈവ ഭൂഗോളക വിശേഷം നാമ രൂപ മാനലക്ഷണതോ വ്യാഖ്യാസ്യാമ. നവൈ മഹാരാജ ഭഗവതോ മായാഗുണവിഭൂതേ കാഷ്ഠാം മനഫാവജഫാവാധികന്തുമലം വിബുധായിഷാവി പുരുഷസ്തസ്മാത് പ്രാധാന്യേന നൈവ ഗോളക വിശേഷം നാമ രൂപമാന ലക്ഷണതോ വ്യാഖ്യാസ്യാമ. ഈ ആമുഖം പറഞ്ഞിട്ടാണ് വിഷയത്തിലോട്ട് പ്രവേശിക്കുന്നത്. യോ വായം ദ്വീപഃ കുവലയകമല കോശാഭ്യന്തരകോശോ നിയുതയോജന വിശാല സമവർത്തുളോ യഥാ പുഷ്കരപത്രം. യോ വാ അയം ദ്വീപഃ, അയം ദ്വീപഃ, ഈ ദ്വീപ് ഭൂവലയമാകുന്ന ഈ സപ്തദ്വീപുകളിൽ വെച്ച് അന്തർഭാഗത്തുള്ള കുവലയ കമല കോശ അഭ്യന്തര കോശം. കുവലയം ഭൂമി, കുവലയമാകുന്ന കമലം ഭൂമിയാകുന്ന താമര. ഭൂമിയെ ഒരു താമരയുടെ ആകൃതി കൂടി പറയാം. കമല കോശമാണ്, വിടർന്ന താമരയല്ല, താമരമൊട്ട. അതിൻ്റെ അഭ്യന്തര കോശ, അതിൻ്റെ ഉള്ളിലുള്ള ആ താമരമൊട്ടിന്റെ ഉള്ളിലുള്ള ഒരു മൊട്ടാകുന്നു. താമരയ്ക്കകത്ത് ഭൂമി നിൽക്കുന്ന അതിൻ്റെ അകത്തുള്ള ആ കാമ്പായ ഭാഗം, അതാണ് ഭൂമി. ഭൂവലയമാകുന്ന ഈ താമരപ്പൂവിന്റെ മുട്ടുകൾ പോലെ 7 ദ്വീപുകൾ. അതിൻ്റെ അന്തർഭാഗത്തുള്ള ഭൂമി നിൽക്കുന്ന ഒരു മൊട്ട്, അതാണ് നിയുത യോജന വിശാല. നിയുത യോജന വിശാലമാണ്. 1,00,000 യോജനയുണ്ട്. നിയുതം 1,00,000 യോജന വിസ്താരം. സമവർത്തുളോ, സമമായ വൃത്താകൃതിയിലുമുള്ള പുഷ്കരപത്രം, താമരയില പോലെ. താമരയില പോലെ സമവൃത്താകാരമാണ് എന്ന് പറയാം. 1,00,000 യോജന വിസ്താരവും അത്രയും ദൈർഘ്യവും ഉള്ളതാണ് ഈ 7 ഭൂഖണ്ഡത്തിന്റെ നടുക്കുള്ള ജംബുദ്വീപ് എന്ന ദ്വീപ്. അതിനെക്കുറിച്ചാണ് ഇപ്പൊ ആദ്യം പറയാൻ പോവാം. സപ്തദ്വീപുകളെ കുറിച്ചാണല്ലോ ചോദിച്ചത്. ഈ സപ്തദ്വീപുകൾ ഒരു താമരയുടെ 7 ദളങ്ങളാണ് എന്ന് സങ്കല്പിക്കാം. ആ ദളങ്ങൾ ദീർഘവൃത്താകൃതിയിലാണ്. ഇതേപോലെയാണ് ദീർഘവൃത്താകൃതിയിലാണ് ഈ 7 ദ്വീപുകൾ. അതിൻ്റെ നടുക്ക് താമരയുടെ കൂമ്പ് പോലെ ഉള്ള ഒരു കൂമ്പുണ്ട്. അതും ഇതേപോലെ കൂമ്പ് പോലെ അർദ്ധവൃത്താകൃതിയിൽ ദീർഘവൃത്താകൃതിയിൽ നീണ്ടു നിൽക്കണം. അതാണ് ജംബുദ്വീപ് എന്ന് പറയുന്നതിന് 1,00,000 യോജന വിസ്താരമാണ്. ഇതൊക്കെ എങ്ങനെ കണ്ടുപിടിച്ച് പറയാൻ പറ്റും? പോയി അളന്ന് കണ്ടുപിടിച്ചുണ്ടോ എന്നാണോ? സങ്കല്പിക്കാൻ പോലും നമുക്ക് പറ്റില്ല. 1,00,000 യോജന, യോജന എന്നത് മൈൽ പോലുള്ള അളവാണ്. അത്രയും വിസ്താരം അതിനുണ്ട് എന്ന് അതാണ്. നേരത്തെ പറഞ്ഞു രൂപം, മാനം, ലക്ഷണം, ഇത്രയും ഞാൻ പറയാം. ഇത്രയുമാണ് ഇനി അങ്ങോട്ട് പറയാൻ പോകുന്നത്. നമുക്ക് യോ വായൻ ദ്വീപ കുവലയ കമലകോശ അഭ്യന്തരകോശോ നിയുതയോജന വിശാല സമവർത്തുളോ യഥാ പുഷ്കരപത്രം. യോ വായൻ ദ്വീപ കുവലയ കമലകോശ അഭ്യന്തരകോശോ നിയുത യോജന വിശാല സമവർത്തുളോ യഥാ പുഷ്കരപത്രം. യസ്മിൻ നവവർഷാണി നവയോജന സഹസ്ര ആയാമാനി അഷ്ടഭൃ മര്യാദാഗിരിഭി സുവിഭക്താനി ഭവന്തി. യസ്മിൻ, ഈ ജംബുദ്വീപിൽ, ഇതിന്റെ നടുക്കുള്ള ജംബുദ്വീപിൽ നവവർഷാണി, അതിലെ 9 ഖണ്ഡങ്ങളുണ്ട്. നവവർഷങ്ങൾ. നവയോജന സഹസ്ര ആയാമാനി,
9,000 യോജന വിസ്താരമുള്ള 9 ഖണ്ഡങ്ങൾ. നവയോജന സഹസ്ര ആയാമാനി അഷ്ടഭിഹി മര്യാദാഗിരിഭിഹി. 8 അതിർത്തികളോട് കൂടിയ പർവ്വതങ്ങളുണ്ട്. 9 ഖണ്ഡങ്ങൾക്ക് അതിർത്തികളായിട്ട് 8 പർവ്വതങ്ങൾ. അഷ്ടഭിഹി മര്യാദാഗിരിഭിഹി സുവിഭക്താനി ഭവന്തി. നന്നായി വിഭജിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിനെ, ഈ ജംബുദ്വീപിനെ 9 ഖണ്ഡങ്ങളായിട്ട് വിഭജിക്കണമെങ്കിൽ എങ്ങനെയാണ് വിഭാഗം? പർവ്വതങ്ങൾ വെച്ചിട്ടാണ്. ഒരു പർവ്വതം മുതൽ മറ്റേ പർവ്വതം വരെ, ഈ പർവ്വതം മുതൽ അടുത്ത പർവ്വതം വരെ, അങ്ങനെ 9ാമത് വരുമ്പോൾ 8 പർവ്വതങ്ങൾ. ഇത് കൃത്യമായിട്ട് കണക്കായി പറയാം. 8 പർവ്വതങ്ങളെ കൊണ്ട് വിഭജിച്ചിരിക്കുന്ന ഏതാണ്ട് 9,000 യോജന വിസ്താരമുള്ള 9 ഖണ്ഡങ്ങൾ ഈ ജംബുദ്വീപിന്റെ അകത്തുണ്ട്. യസ്മിൻ നവവർഷാണി നവയോജന സഹസ്ര ആയാമാന്യഷ്ടഭിർമര്യാദാഗിരിഭി സുവിഭക്താനി ഭവന്തി. മര്യാദയ്ക്ക് ഒരു അളവ് എന്നർത്ഥം, അതിര് എന്നർത്ഥം. യസ്മിൻ നവവർഷാണി നവയോജന സഹസ്ര ആയാമാന്യഷ്ടഭിർ മര്യാദാഗിരിഭി സുവിഭക്താനി ഭവന്തി. യേഷാം മധ്യേ ഇളാവൃതം നാമ അഭ്യന്തരവർഷം യസ്യാഭ്യാമവസ്ഥിത പർവ്വത സൗവർണ പുരഗിരിരാജോ മേരുദ്വീപ ആയാമ സമുന്നാഹ കർണികാഭൂത ഉപരേകമലഫ്യ. യേഷാം മധ്യേ, ഇവകളുടെ നടുക്ക്, ഈ ഖണ്ഡങ്ങളുടെ നടുക്ക് ഇളാവൃതം. നടുക്കുള്ള ഖണ്ഡത്തിന്റെ പേര് ഇളാവൃതം എന്നാണ്. 9 ഖണ്ഡമുണ്ട്. അതിലെ നടുവിലെ ഖണ്ഡത്തിന്റെ പേര് ഇളാവൃതം എന്നാണ്. നാമ അഭ്യന്തര വർഷം, അത് അകത്തുള്ളതാണ്. ഇളാവൃതം എന്ന ഖണ്ഡം ഈ താമരമുട്ടിന്റെ അകത്തുള്ള മുട്ടിന്റെ നടുക്ക് വ്യാപരിച്ചിരിക്കുകയാണ്. ഇളാവൃതം എന്നാണ് അതിന് പേര്. അതിൻ്റെ നാഭിയുടെ മധ്യത്തിൽ യസ്യ നാഭ്യാം അവസ്ഥിത, അതിൻ്റെ നാഭിയിൽ സ്ഥിതി ചെയ്യുന്ന സർവത, എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന സൗവർണ, സ്വർണ്ണ നിറത്തിൽ ശോഭിക്കുന്ന കുലഗിരിരാജോ, ഒരു കുലപർവ്വതത്തിന്റെ രാജാവുണ്ട്. മേരുഹു എന്നാണ് എൻ്റെ പേര്. അപ്പൊ ആദ്യത്തെ പർവ്വതം ഒരടയാളമായി നമ്മൾ അവതരിപ്പിക്കുകയാണ് മേരുപർവ്വതം. അത് സുവർണമാണ്, കുലപർവ്വത രാജാവാണ്. ദ്വീപിന്റെ വീതിയോളം ഉയരവുമുണ്ട്. ദ്വീപ ആയാമ സമുന്ന, ദ്വീപിന്റെ ആയാമം വിസ്തൃതി. ദ്വീപിന് എത്ര വിസ്തൃതി ഉണ്ടോ അത്രയും ഹൈറ്റ് ഉണ്ട്. ഉന്നാഹാഞ്ചൽ ഉയർച്ച. ദ്വീപ ആയാമ സമുന്നാഹ, ആ മേരുവിന്, ആ ഇളാവൃതം എന്നുള്ള ദ്വീപിന് എത്ര വിസ്തൃതിയുണ്ടോ അത്രയും ഹൈറ്റും ഉണ്ട്. കർണികാഭൂത, നടുക്ക് നിൽക്കുന്ന കുവലയ കമലസ്, ഭൂമിയാകുന്ന ഈ താമരയുടെ നടുക്ക് നിൽക്കുന്നതാണ് സുമേരു. അതുകൊണ്ട് ഇനി സുമേരുവിനെ കേന്ദ്രീകരിച്ചാണ് ബാക്കിയെല്ലാം മുമ്പോട്ട് പറഞ്ഞു പോകുന്നത്. നമ്മൾ പുരാണത്തിലൊക്കെ ഇത് വായിച്ചിട്ടുണ്ട്. സൂര്യൻ അതിനെ കേന്ദ്രീകരിച്ചാണ് സഞ്ചരിക്കുന്നത്. ഇങ്ങനെയുള്ള കഥകളൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട്. അതെല്ലാം ഇവിടുന്ന് കിട്ടിയതാണ്. യേഷാം മധ്യേ ഇളാവൃതം നാമാഭ്യന്തര വർഷം യസ്യാഭ്യാമവസ്ഥിത സർവത സൗവർണ കുലഗിരിരാജോ മേരുദ്വീപ ആയാമ സമുന്നാഹ കർണികാഭൂത കുവലേകമലഫ്യ. യേഷാം മധ്യേ ഇളാവൃതം നാമാഭ്യന്തര വർഷം യസ്യാഭ്യാമവസ്ഥിത സർവത സൗവർണ കുലഗിരിരാജോ മേരു ദ്വീപ ആയാമ സമുന്നാഹ കർണികാഭൂത കുവലേകമലഫ്യ. ഇതിങ്ങനെ വിസ്തരിച്ചു വന്നിട്ട് നമുക്ക് പറഞ്ഞു പോകാനേ ഉള്ളൂ. സോഷ്യൽ സ്റ്റഡീസോ അല്ലെങ്കിൽ ഭൂമിശാസ്ത്രമോ പഠിക്കുന്നതിൽ ഇതിങ്ങനെ കേട്ട് പറഞ്ഞ് പഠിച്ചു പോകാനേ ഉള്ളൂ. ഒരു പക്ഷെ കുറെ ഇതൊക്കെ മറന്നുപോയേക്കാം. അപ്പൊ ഒരു പേപ്പറിൽ ഇതൊക്കെ ഒന്ന് വരച്ച് അടയാളപ്പെടുത്തി വെച്ചാൽ വളരെ എളുപ്പമായിരിക്കും. ഈ പറഞ്ഞ സപ്തദ്വീപുകൾ, അതിൽ നടുക്കുള്ള
ജംബുദ്വീപ്. ആ ജംബുദ്വീപിനെ 9 ഖണ്ഡങ്ങളായിട്ട് തിരിക്കുന്നു. അതിന്റെ നടുക്കുള്ളതാണ് ഇളാവൃതം. അതിന്റെ നടുക്കുള്ള പർവ്വതമാണ് സുമേരു. ഇത്രയും കാര്യമാണ് ഇതിൽ പറഞ്ഞത്. ഇതിങ്ങനെ ഒരു ചാർട്ട് പോലെ, ഒരു ചിത്രം പോലെ വരച്ച് അടയാളപ്പെടുത്തി വെച്ചാൽ ഒന്ന് നോക്കുമ്പോൾ ഓർമ്മിക്കാൻ വളരെ എളുപ്പമുണ്ടാകും. അല്ലെങ്കിൽ ഇതിൽ നമുക്ക് അത്രയും കിട്ടില്ല. നാരായണീയത്തിൽ ഇത് സംഗ്രഹിച്ച് വട്ടതിരിപ്പാട് പറഞ്ഞിട്ടുണ്ടല്ലോ. ഓരോ സംഗ്രഹിച്ചത് ഇത് കുറച്ചുകൂടെ വിസ്തരിച്ച് പോകുന്നതാണ്. മൂർധനി ദ്വാത്രിംശത്സഹസ്രയോജന വിതതോ മൂലേ ഷോഡശസഹസ്രം താവത അന്തർഭൂമ്യം പ്രവിഷ്ട. ഇതിനകത്ത് 10 അധ്യായം കൊണ്ട് പറയുന്നതാണ്. അവിടെ ഒരു ഇതുകൊണ്ട് മുഴുവൻ തീർത്ത് വെച്ചത്. ഒറ്റ ദശകത്തിൽ പറയുന്നു. ദശകത്തിൽ 10 അധ്യായമാണ് ഇതിനകത്ത് മുഴുവൻ. മൂർധനി എന്റെ ശിരഫിൽ, ഏതിന്റെ സുമേരുവിന്റെ ശിരഫില് ദ്വാത്രിംശത്സഹസ്രവിതത 37,000 യോജന വിസ്താരവും. ഏത് ഈ പർവ്വതത്തിന്റെ മുകൾ ഭാഗത്തിന് എത്ര കൃത്യമായിട്ടാണ് കണിശമായിട്ട് കണക്ക് അവതരിപ്പിക്കാൻ നമുക്ക് അത്ഭുതം തോന്നുക. ദ്വാത്രിംശത്സഹസ്രവിതത 37,000 യോജന വിസ്താരവും സഹസ്രയോജന വിതതവും 1000 യോജന വിസ്താരവും മൂലേ ഷോഡശസഹസ്രം. അതിന്റെ താഴെയാണെങ്കിൽ 16,000 യോജന. മൂലേ ഷോഡശസഹസ്രം താവത അന്തർഭൂമ്യം പ്രവിഷ്ട. അത്ര വിസ്താരത്തിലാണ് ഇത് ഈ ഭൂമിയുടെ നടുക്ക് പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പൊ ഈ ഭൂമിയാകുന്ന താമരപ്പൂവിന്റെ ആകൃതിയിലുള്ള അതിന്റെ കർണികയിലുള്ള മേരുപർവ്വതത്തിന്റെ മുകൾ ഭാഗം 37,000 യോജന, അടിഭാഗത്ത് 16,000 യോജന, ഭൂമിയുടെ അന്തർഭാഗത്തിൽ അത്രത്തോളം യോജന വിസ്താരമുണ്ട് ഈ പർവ്വതത്തിന് എന്ന് പർവ്വതത്തിന്റെ വലിപ്പം, നീളം, വിസ്തൃതി ഇതൊക്കെ എങ്ങനെ കണ്ടെത്താൻ പറ്റും? നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റില്ല. അതാണ് ഋഷി ഇവിടെ മനഫ വചഫ നേരത്തെ പറഞ്ഞു. അങ്ങനെ കണ്ടെത്തിയാണ് നമ്മളെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. മൂർധനി ദ്വാത്രിംശത്സഹസ്രയോജന വിതതോ മൂലേ ഷോഡശസഹസ്രം താവതന്തർഭൂമ്യം പ്രവിഷ്ട. മൂർധനി ദ്വാത്രിംശത്സഹസ്രയോജന വിതതോ മൂലേ ഷോഡശസഹസ്രം താവതന്തർഭൂമ്യം പ്രവിഷ്ട. ഉത്തരോത്തരേണ ഇളാവതം നീലശ്വേത ശൃംഗവാനിത്രയോ രമ്യക ഹിരണ്മയ കുരൂണാം വർഷാണാം മര്യാദാഗിരയ പ്രാഗായത ഉഭയതഃ ക്ഷാരോദാവധയോ ദ്വിസഹസ്രപ്രഥമ ഏകൈകശ പൂർവസ്മാദുത്തരോത്തര ദശാംശ അധികാംശേന ദൈർഘ്യേവ ഹ്രസന്തി. ഉത്തരോത്തരേണ ഇളാവതം. ഇളാവതത്തിന്റെ വടക്കു ഭാഗത്തായിട്ട് ഇപ്പൊ പറഞ്ഞ ഇളാവൃതമാണ് നടക്കുന്നത്. ഇനി അതിന്റെ വടക്കു ഭാഗത്തെ പറയാം. ഉത്തരോത്തരേണ ഇളാവൃതം. ഇളാവൃതത്തിന്റെ വടക്കിന്റെ വടക്കായിട്ട് നീലം, ശ്വേതം, ശൃംഗവാൻ എന്ന് 3 പർവ്വതങ്ങൾ ക്രമത്തിലുണ്ട്. നീലഹ, ശ്വേതഹ, ശൃംഗവാനിധി ത്രയോ 3 പർവ്വതം. തുടർന്ന് രമ്യകം, ഹിരൺമയം, കുരൂണാം വർഷാണാം കുരുഖണ്ഡങ്ങളുടെ മര്യാദാഗിരയ അതിഥ്യ പർവ്വതങ്ങളാകുന്നു. ഇതിൽ തന്നെ പല ഖണ്ഡങ്ങളുള്ളതിൽ ഒരു ഖണ്ഡത്തിന്റെ പേരാണ് കുരുഖണ്ഡം. അതിനെ വേർതിരിക്കുന്നത് 3 പർവ്വതങ്ങളാണ്. രമ്യക പർവ്വതം, ഹിരൺമയ പർവ്വതം, കുരു പർവ്വതം, അല്ലെങ്കിൽ അവിടെ കുരു എന്ന ദേശം. ഈ ഖണ്ഡങ്ങളുടെ അതിർത്തികൾ ആകുന്നു രമ്യക, ഹിരൺമയ, കുരൂണാം വർഷാണാം മര്യാദാഗിരയ. മര്യാദാഗിരികൾ അതിർത്തി പർവ്വതങ്ങൾ. പ്രാഗ് ആയത ഉഭയത. കിഴക്ക് നീണ്ടു കിടക്കുന്ന
കിഴക്കോട്ട് നീണ്ടു കിടക്കുന്ന പ്രാഗ് ആയത ഉഭയത, രണ്ടു വശത്തും കിഴക്കോട്ട് നീണ്ടു കിടക്കുന്ന ഇതിന്റെ രണ്ടു വശത്തുമായിട്ട് ക്ഷാരോദ അവധയോ, ലവണ സമുദ്രത്തിന്റെ അവധി വരെ. ക്ഷാരോദം ലവണ സമുദ്രം, ഉപ്പുവെള്ളമുള്ള സമുദ്രം. 7 സമുദ്രങ്ങൾക്ക് 7 രുചികളാണ്. അതിനി അങ്ങോട്ട് പറയുന്നുണ്ട്. ക്ഷാരോദ അവധയോ ദ്വിസഹസ്ര പ്രഥവ ഏകൈകശ, 2000 യോജന വലിപ്പമുള്ളവയാണ്. ഇതിന്റെ ഈ പർവ്വതത്തിന്റെ 2 വശത്തായിട്ട്, കിഴക്കോട്ട് നീണ്ടു നിൽക്കുന്ന ഈ പർവ്വതത്തിന്റെ 2 വശത്തായിട്ടാണ് ഈ ക്ഷീരോദം എന്ന ഉപ്പുകടൽ. അതിന് 2000 യോജന വലിപ്പമുണ്ട്. പൂർവസ്മാത് ആദ്യമുള്ള ഏകൈകശ, ഓരോന്നിൽ നിന്നും ഉത്തരോത്തര, പിന്നീടുള്ളത് ദശാംശ അധികാംശേന, 10 അധികമായ രീതിയിൽ ദൈർഘ്യേവ ഹ്രസന്തി, നീളത്തിൽ മാത്രം അത് ചുരുങ്ങുന്നു. അതായത് ഇളാവൃതത്തിന്റെ വടക്കാണ് നീലപർവ്വതം, അതിന്റെ വടക്കാണ് രമ്യകം, അതിന്റെ വടക്കാണ് ശ്വേതം. അതുകൊണ്ടാണ് ഉത്തരോത്തരേണ എന്ന് പറഞ്ഞത്. വടക്കിന്റെ വടക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇളാമൃതവർഷത്തിന്റെ വടക്ക് വശത്ത് നീലം എന്ന പർവ്വതം, അതിന്റെ വടക്കായിട്ട് രമ്യകം എന്ന പർവ്വതം, അതിന്റെ വടക്കേ അതിർത്തി ശ്വേതപർവ്വതം. പിന്നെ ഹിരണ്മയ വർഷം, അതിന്റെ വടക്കേ അതിർത്തി ശൃംഗവാൻ എന്ന പർവ്വതം. പിന്നെ കുരുവർഷമാണ്. ഇങ്ങനെ 3 പർവ്വതങ്ങൾ, 3 വർഷങ്ങൾ. എന്താണ്? രമ്യകവർഷം, ഹിരണ്മയ വർഷം, കുരുവർഷം. 3 ഖണ്ഡങ്ങൾ. അവിടെ 3 പർവ്വതങ്ങൾ, അടയാളങ്ങൾ. 3 വർഷങ്ങളുടെ അതിർത്തികളായിട്ട് 3 പർവ്വതങ്ങൾ നിൽക്കുന്നു. ഇവയുടെ നീളം എന്താണ്? കിഴക്ക് പടിഞ്ഞാറായിട്ട് ഇങ്ങനെ നിൽക്കുക. നീളം കിഴക്ക് പടിഞ്ഞാറാണ് നീളം. അതിന്റെ 2 വശത്തുമായിട്ടാണ് ലവണ സമുദ്രങ്ങൾ കിടക്കുന്നത്. അതിന് 2000 യോജനയുണ്ട്. ഓരോ പർവ്വതങ്ങൾക്കും വിസ്താരം 2000 യോജനയാണ്. ഓരോ പർവ്വതങ്ങളും ആദ്യമുള്ള പർവ്വതത്തിൽ നിന്നും പിന്നീടുള്ള പർവ്വതത്തിന്റെ 10 അംശം നീളം കുറഞ്ഞു വരും. ആദ്യം കാണപ്പെടുന്ന വരുന്നത് നീലപർവ്വതമാണ്. അതിനേക്കാൾ 10 അംശം കുറവാണ് അടുത്ത പർവ്വതത്തിന്റെ നീളം. പിന്നത്തേനും അങ്ങനെയാണ്. അത്ര കൃത്യമായിട്ടാണ് കാണുന്ന കാൽക്കുലേഷൻ. ഉയരവോ വിസ്താരമോ ഒരു കുറവില്ല, അത് തുല്യമാണ്. അതൊരുപോലെയാണ്. നീളം മാത്രമേ കുറയുള്ളൂ, നീണ്ടു കിടക്കുന്നതിന്റെ നീളം. പക്ഷെ ഉയരവും വിസ്താരവും ഈ 3 പർവ്വതങ്ങൾക്കും ഒരുപോലെയാണ്. ഉത്തരോത്തരേണ ഇളാവൃതം നീലശ്വേത ശൃംഗവാനിത്രയോ രമ്യക ഹിരണ്മയ കുരൂണാം വർഷണാം മര്യാദാഗിരയാം പ്രാഗായത ഉഭയതഃ ക്ഷാരോദാവധയോ ദ്വിസഹസ്രപ്രഥവാം ഏകൈകശ പൂർവസ്മാദുത്തരോത്തരോ ദശാംശാധികാംശേന ദൈർഘ്യേവ ഹ്രസന്തി. ഉത്തരോത്തരേണ ഇളാവൃതം നീലശ്വേത ശൃംഗവാനിത്രയോ രമ്യക ഹിരണ്മയ കുലൂണാം വർഷാണാം മര്യാദാഗിരയ പ്രാഗായത ഉഭയതഃ ക്ഷാരോദാവധയോ ദ്വിസഹസ്രപ്രഥവാം ഏകൈകശ പൂർവസ്മാദുത്തരോത്തര ദശാംശാധികാംശേന ദൈർഘ്യേവ ഹ്രസന്തി. ഏവം ദക്ഷിണേന ഇളാവൃതം നിഷധോ ഹേമകൂടോ ഹിമാലയ ഇതി പ്രാഗായതായഥാം നീലാദയോ അയുധയോജനോത്സേധാം ഹരിവർഷകിം പുരുഷഭാരതാനാം യഥാസംഖ്യം. ഏവം ഇങ്ങനെ ദക്ഷിണേന ഇളാവൃതത്തിന്റെ തെക്ക് ദിക്കിൽ, മുമ്പ് പറഞ്ഞത് വടക്കായി, ഇനി പറയാൻ പോകുന്ന തെക്കു ഭാഗത്തുകൂടി നിഷധ ഹേമകൂട ഹിമാലയ എന്ന് 3 പർവ്വതങ്ങൾ. നിഷധം, ഹേമകൂടം, ഹിമാലയൻ. അത്
ഇത് പ്രാഗായത കിഴക്കോട്ട് നീണ്ടു കിടക്കാണ്. നീളത്തെക്കുറിച്ചാണ് പറയാം. എങ്ങനെയെന്നാൽ കിഴക്കോട്ട് നീണ്ടതുമാണ്. നീലാദയോ എപ്രകാരമാണോ നീലപർവ്വതം അതേപോലെ അയുതയോജന ഉത്സേധ അതേപോലെ 10,000 യോജന ഉയരമുണ്ട്. അയുതയോജന ഉത്സേധ 10,000 യോജന ഉയരമുണ്ട്. അത് ഈ 3 പർവ്വതങ്ങളുടെ ഇടയിൽ 3 വർഷങ്ങൾ 3 ഖണ്ഡങ്ങളുണ്ട്. ഏതൊക്കെയാണ്? ഹരിവർഷം, കിംപുരുഷം, ഭാരതം. അതിലൊന്നാണ് ഭാരതവർഷം. നോക്കൂ, ഈ ഭാരതവർഷത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പൊ നമുക്ക് ചുറ്റും എന്തുമാത്രം ഉണ്ട് എന്ന് കണ്ടെത്താനുള്ള ഒരു വലിയ ശ്രമമാണ്. ഭാരതം ഇങ്ങേറ്റത്തെ ഏറ്റവും ചെറുതാണ്. അതിന്റെ അപ്പുറത്ത് 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 ഇങ്ങനെ നീണ്ടു കിടക്കുന്ന ഓരോ വർഷങ്ങളെ കുറിച്ചാണ് വർണ്ണിക്കുക. ഇളാവതത്തിന്റെ തെക്കായിട്ട് നിഷധപർവ്വതം, അതിന്റെ തെക്കുവശത്ത് ഹരിവർഷം, അതിന്റെ തെക്ക് ഭാഗത്തായിട്ട് ഹേമകൂട പർവ്വതം, അതിനുശേഷം കിംപുരുഷവർഷം, അതിന്റെ തെക്കായിട്ട് ഹിമാലയ പർവ്വതം, അതിന്റെ തെക്ക് ഭാഗത്തായിട്ടാണ് ഭാരതം. ഇതെല്ലാം, ഈ പർവ്വതങ്ങളെല്ലാം കിഴക്ക് പടിഞ്ഞാറ് നീളത്തിലുള്ളതും ലവണസമുദ്രം വരെ എത്തുന്നതുമാണ്. എല്ലാ പർവ്വതങ്ങളുടെയും ഉയരം 10,000 യോജന തന്നെയാണ്. ഇത് ഈ പർവ്വതത്തിനും ആദ്യം ഉള്ളതിനേക്കാൾ 10 നീളം പിന്നീടുള്ളതിന് കുറവും. ഏവം ദക്ഷിണേന ഇളാവതം നിഷധോ ഹേമകൂടോ ഹിമാലയ ഇതി പ്രാഗായത യഥാ നീലാദയോ അയുതയോജനോത്സേധ ഹരിവർഷ കിംപുരുഷ ഭാരതാനാം യഥാസംഖ്യം ഏവം ദക്ഷിണേന ഇളാവതം നിഷധോ ഹേമകൂടോ ഹിമാലയ ഇതി പ്രാഗായത യഥാ നീലാദയോ അയുതയോജനോ ഉത്സേധ ഹരിവർഷ കിംപുരുഷ ഭാരതാനാം യഥാസംഖ്യം തഥൈവ ഇളാവൃതം അപരേണ പൂർവേണ ച മാല്യവത് ഗന്ധമാദനവാനാനീല നിഷധായതോ ദ്വിസഹസ്രം പപ്രധതു കേതുമാല ഭദ്രശ്വയോ സീമാനം വിദധാതേ. തഥൈവ അങ്ങനെ തന്നെ ഇളാവൃതം അപരേണ, ഇളാവൃതത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്തായിട്ട് പൂർവേണജ പടിഞ്ഞാറായിട്ട് കിഴക്കോട്ട് നീണ്ടു കിടക്കുന്ന മാല്യവാൻ എന്നൊരു പർവ്വതം, അതിൻ്റെ അപ്പുറത്ത് ഗന്ധമാദന പർവ്വതം എന്നുള്ള 2 പർവ്വതങ്ങൾ. അതിൻ്റെ ഇടയ്ക്കാണ് ആനീല നിഷധായതവും നീലപർവ്വതം വരെ നീണ്ടു കിടക്കുന്ന നിഷധ പർവ്വതം. അപ്പൊ 3 പറയാ ഇവിടെ. ഗന്ധമാദനൻ, മാല്യവാൻ എന്ന പർവ്വതം, ഗന്ധമാദൻ എന്ന പർവ്വതം, പിന്നെ ആ നീലപർവ്വതം വരെ നീണ്ടു കിടക്കുന്ന മാല്യവാൻ എന്ന പർവ്വതം. 3 പർവ്വതം. ആ നീല നിഷധായതവും നീലപർവ്വതം വരെ നീണ്ടു കിടക്കുന്ന നിഷധപർവ്വതം വരെയും നീണ്ടു കിടക്കുന്നവയും ദ്വിസഹസ്രം 2,000 യോജന നീളമുള്ളതും കേതുമാല ഭദ്രാശ്വയോഹോ, കേതുമാലം ഭദ്രാശ്വം എന്ന 2 ഖണ്ഡങ്ങൾ, വർഷങ്ങൾ, അവയുടെ അതിർത്തിയെ ഉണ്ടാക്കുന്നത് ഈ 3 പർവ്വതങ്ങളാണ്. ഇളാവൃതത്തിന്റെ പടിഞ്ഞാറായിട്ടാണ് മാല്യവാൻ പർവ്വതം, അതിനോട് ചേർന്നാണ് കേതുമാലം എന്ന വർഷം, അതിന്റെ കിഴക്കായിട്ട് ഗന്ധമാദന പർവ്വതം, അവിടെ ഭദ്രാശ്വം എന്ന വർഷം, അതിന്റെ കിഴക്കായിട്ട് മാല്യവാൻ എന്ന നീലപർവ്വതം വരെ നീണ്ടു കിടക്കുന്ന ഗന്ധമാദനം നിഷധ പർവ്വതം വരെയും വ്യാപരിച്ച് കിടക്കുന്ന പർവ്വതങ്ങൾ. 2 വർഷങ്ങളെ കുറിച്ച് പറയാൻ വേണ്ടി 3 പർവ്വതങ്ങളിലെ അളവ് പറഞ്ഞു. തഥൈവ ഇളാവൃതം അപരേണ പൂർവേണ ച മാല്യവത് ഗന്ധമാദനാവു
ആനീലനിഷധായതൗ ഗന്ധമാദനൗ ആനീലനിഷധായതൗ ഗന്ധമാദനാവ് ആനീലനിഷധായതൗ എന്ന് സന്ധിയേർത്ത് വരുന്നതാണ്. പൂർവേണച മാല്യവത് ഗന്ധം മാദനവും, മാല്യവാനും ഗന്ധമാദനങ്ങളും. ആനീല നിഷധായതവും ഒന്നിച്ചു വായിക്കാം. ഗന്ധമാദനാവാനീല നിഷധായതവും ഒന്നിച്ചു വായിക്കാം. ദ്വിസഹസ്രം പപ്രഥതുഹു കേതുമാല ഭദ്രാശ്വയോഹു ശ്രീമാനം വിദധാതേ തഥൈവൈളാവൃതമപരേണ പൂർവേണ ച മാല്യവത് ഗന്ധമാദന ആനീല നിഷധായതോ ദ്വിസഹസ്രം പപ്രഥതുഹു കേതുമാല ഭദ്രാശ്വയോഹു ശ്രീമാനം വിദധാതേ. മന്ദരോ മേരുമന്ദര സുപാർശ്വകുമുദ ഇത്യയുധയോജന വിസ്താര ഉന്നാഹോ മേരോശ്ചതുർദിശം അവഷ്ടം ഭഗിതയ ഉപക്ലിപ്താഹം. മന്ദരം, മേരുമന്ദരം, സുപാർശ്വം, കുമുദം എന്ന 4 പർവ്വതം. മന്ദരപർവ്വതം, മേരുമന്ദരപർവ്വതം, സുപാർശ്വപർവ്വതം, കുമുദപർവ്വതം എന്ന് 4 പർവ്വതങ്ങൾ. അത് അയുത യോജന വിസ്താര ഉന്നാഹ 10,000 യോജന വിസ്താരവും അത്രയും തന്നെ ഉയരവും ഉള്ളവയാണ്. അത് മേരോഹോ ചതുർദിശം അവഷ്ടം ഭഗിതയ. മേരുവിന്റെ 4 ദിക്കിലും, ചതുർദിശം 4 ദിക്കിലും അവഷ്ടം ഭഗിതയ താങ്ങി നിർത്തുന്ന പർവ്വതമാണ്. ഉപപർവ്വതങ്ങൾ എന്ന് പറയാം. മേരുപർവ്വതത്തെ താങ്ങി നിർത്തുന്നു. അതിനെ ചായ്വും വളവും ഉണ്ടാക്കാത്ത മട്ടിൽ അതിനെ ഉറപ്പിച്ചു നിർത്തുന്ന അവഷ്ടംഭങ്ങൾ അല്ലെങ്കിൽ ചാരുപർവ്വതങ്ങൾ എന്ന് വേണേൽ പറയാം. അത് ഉപക്ലുപ്താഹ നിശ്ചയിച്ചിട്ടുണ്ട്, സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. മന്ദരോ മേരുമന്ദര സുപാർശ്വകുമുദ ഇത്യയുധയോജന വിസ്താര ഉന്നാഹോ മേരോശ്ചതുർദിശം അവഷ്ടം ഭഗിതയ ഉപക്ലിപ്താഹം. മന്ദരോ മേരുമന്ദര സുപാർശ്വകുമുദ ഇത്യയുധയോജന വിസ്താര ഉന്നാഹ മേരോശ്ചതുർദിശം അവഷ്ടം ഭഗിതയ ഉപക്ലിപ്താഹം. ചതുർശ്വേതേഷു ചൂത ജംബൂകദംബ ന്യഗ്രോധ ചത്വാര പാദപപ്രവരാഹ പർവ്വതകേതവ ഇവ അധിസഹസ്രയോജന ഉന്നാഹാസ്താവത് വിടപവിതദേഹ ശതയോജന പരിണാഹാഹ. ചതുർഷു ഏതേഷു ഈ 4 ഉപപർവ്വതങ്ങളിൽ ചൂത ജംബൂകദംബ ന്യഗ്രോധാഹ ചത്വാര. ചൂതം മാവ, ജംബു ഞാവല, കദംബം കടമ്പ, ന്യഗ്രോധം ആല എന്നിങ്ങനെ 4 പാദപപ്രവരാഹ വൃക്ഷശ്രേഷ്ഠങ്ങൾ, ഉത്കൃഷ്ടങ്ങളായ 4 വൃക്ഷങ്ങൾ ഈ ഉപപർവ്വതങ്ങളോട് ചേർന്ന് നിൽപ്പുണ്ട്. അത് ഈ പർവ്വതത്തിന് താങ്ങാണ്. ഇതിന്റെ വേരുകൾ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അതിങ്ങനെ ആലിംഗനം ചെയ്ത് പർവ്വതത്തെ അനക്കാതെ നിർത്തുകയാണ്. അതാണ് ചതുർഷു ഏതേഷു ചതുർഷു ചൂത ജംബു കദംബ ന്യഗ്രോധ പാദപപ്രവരാഹ 4 വൃക്ഷങ്ങളുണ്ട്. അത് പർവ്വതകേതവ ഇവ പർവ്വതത്തിന്റെ കൊടിമരം പോലെയാണ്. പർവ്വതത്തെക്കാൾ നല്ല ഉയരമാണ് പർവ്വതം ആകുന്ന കൊടിമരത്തെ പോലെ. ഇവ അതിസഹസ്രയോജന ഉന്നാഹാഹ 1000-ലധികം യോജന ഉയരമുള്ളതും വിടപവിതതേഹ വിടപം ശാഖകൾ, വിതതി കൂട്ടം ധാരാളം ശാഖകൾ ഉള്ളതും ശതയോജന പരിണാഹ. ശതയോജന 100 യോജന വിസ്താരമുള്ളതുമായ ഈ പർവ്വതകേതുക്കൾ കൊടിയടയാളങ്ങൾ എന്ന പോലെ നിൽക്കും. അപ്പൊ ഈ 4 ഉപപർവ്വതങ്ങളിൽ അതിന്റെ ക്രമം അനുസരിച്ച്
ആദ്യം മന്ദരപർവ്വതത്തിൽ മാവ്, മേരുപർവ്വതത്തിൽ ജംബു, സുപാർശ്വപർവ്വതത്തിൽ കദംബം, കുമുദത്തിൽ ഞഗ്രോധം എന്നുള്ള വൃക്ഷങ്ങൾ പർവ്വതങ്ങളുടെ കൊടി പോലെ നിൽക്കുകയാണ്. 1000-ലധികം യോജന ഉയരവും അത്രത്തോളം ശാഖോപശാഖയിൽ കൊണ്ട് വിസ്തൃതവുമാണ് ഈ 4 വൃക്ഷങ്ങൾ. ചതുർശ്വേതേഷു ചൂതജംബൂ കദംബന്യഗ്രോധ ചത്വാര പാദവപ്രവരാഹ പർവ്വതകേതവൈവ അധിഫഹസ്രയോജന ഉന്നാഹ താവത് വിടപവിതതയ ശതയോജന പരിണാഹ. ചതുർശ്വേതേഷു ചൂതജംബൂ കദംബന്യഗ്രോധശ്ചത്വാര പാദവപ്രവരാ പർവ്വതകേതവൈവ അധിഫഹസ്രയോജന ഉന്നാഹ താവത് വിടപവിതതയ ശതയോജന പരിണാഹാ. ചതുർശ്വേതേഷു ചൂതജംബൂ കദംബ ന്യഗ്രോധാശ്ചത്വാര പാദവപ്രവരാഹ പർവ്വതകേതവൈവ അധിഫഹസ്രയോജന ഉന്നാഹ താവത് വിടപവിതതയ ശതയോജന പരിണാഹാ. സദാശ്ചത്വാര പയോ മധു ഇക്ഷുരഫവൃഷ്ടജല യത് ഉപസ്പർശിന ഉപദേവഗണാഃ യോഗൈശ്വര്യാണി സ്വാഭാവികാനി ഹർദർഷഭ ധാരയന്തി. ഹൃദാഃ ചത്വാരഃ 4 ഹൃദങ്ങളുണ്ട്, 4 നദികൾ. ചത്വാരാഹ ഹൃദാഃ അതിലൊന്ന് പയസ്, പാലുള്ളതാണ്. രണ്ടാമത്തേത് പയോ ഒരു വാക്കതിനകത്ത് വിട്ടു, ദധി എന്നുള്ള പയോദധി, ആ വാക്കതിനകത്ത് ഇല്ലാന്ന് തോന്നുന്നു. പയോ മധു ഇക്ഷു 3 പയോ ദധി മധു ഇക്ഷുവാണ്. ദധി തൈരാണ്, മധു തേനാണ്, ഇക്ഷു കരിമ്പാണ്. ഈ രസം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ജലമാണ്. 4 ഹൃദങ്ങളിൽ വെള്ളത്തിന് 4 സ്വാദാണ്. ഒന്ന് പാലിന്റെ സ്വാദ്, ഒന്ന് തൈരിനെ പോലെ പുളിപ്പ്, പിന്നൊന്ന് തേൻ പോലെ, പിന്നൊന്ന് കരിമ്പ് നീര്. ഇങ്ങനെയുള്ള 4 കയങ്ങൾ യദുപസ്പർശിന, അത് സ്പർശിക്കുന്നവർക്ക്, ആ ജലങ്ങളെ സ്പർശിക്കുന്നവർക്ക് ഉപദേവഗണാഹ, ഉപദേവഗണങ്ങളുടെ ഉപദേവന്മാരുടെ സംഘങ്ങളോടുകൂടി യോഗൈശ്വര്യങ്ങളെ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്നു. ഹേ ഹർദർഷഭ. പാല്, തേന്, ഇക്ഷുരസം. ഇനിയും ഒന്ന് ദധിൻ്റെ അകത്ത് പറയാത്തത് കൊണ്ട് വേണമെങ്കിൽ ശുദ്ധജലം എന്നെടുക്കാം. പക്ഷെ ചില ഒരു പാഠഭേദത്തിൽ ദധി പറയുന്നുണ്ട്, ഈ പുസ്തകത്തിൽ കണ്ടില്ല. 2-3 പാഠങ്ങളിൽ കണ്ടില്ല. ഒന്നിൻ്റെ അകത്ത് മാത്രം ദധിയുണ്ട്. നിങ്ങളുടെ ഇതിനകത്ത് ഉണ്ടോന്ന് അറിയില്ല. ഇല്ലെങ്കിൽ നമുക്ക് പയോ മധു ഇക്ഷു പിന്നെ രസം എന്നുള്ളതിന് ശുദ്ധജലം എന്നെടുത്താൽ 4 പയോ മധു ഇക്ഷു രസം. രസത്തിന് ശുദ്ധജലം എന്നർത്ഥം കൊടുക്കും. ഇങ്ങനെയുള്ള 4 ഹൃദങ്ങൾ, അഗാധങ്ങളായ ജലസ്ഥാനങ്ങൾ ആ പർവ്വതത്തിലുണ്ട്. ആ ജലത്തെ സേവിക്കുന്നവർക്ക് ഉപദേവന്മാരുടെ അണിമാദികളായ അഷ്ടസിദ്ധികൾ ഒരു പ്രയത്നം കൂടാതെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതാണ് ഈ ഇതൊക്കെ അവിടെ പോയി ഈ സ്വാദ് കണ്ടറിഞ്ഞിട്ടാണോ അവിടെ ആ പർവ്വതത്തിൽ ഇത്ര വലിയ ഹൃദങ്ങൾ, കയങ്ങളുണ്ട്. അവിടുന്ന് പുറപ്പെടുന്ന നദികളാണ്. ആ നദിയിലെ വെള്ളത്തിന്റെ സ്വാദ്, രസം ഇതൊക്കെ പോയി ചെന്ന് അനുഭവിച്ചറിഞ്ഞത് പോലെ വർണ്ണിക്കാൻ പറ്റുന്നത് നമ്മുടെ ഋഷിമാരുടെ തപസ്സിന്റെ ഒരു മഹത്വം എന്നേ പറയാൻ. അതായത് നമുക്ക് തൽക്കാലം അവിടെ ഉപസംഹരിക്കാം. സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ ബാക്കി ഇതിങ്ങനെ വിസ്തരിച്ച് വർണ്ണിച്ച് പോകാൻ മാത്രമേ ഉള്ളൂ. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിച്ചാൽ പറയാം, അല്ലെങ്കിൽ വായിച്ചിങ്ങനെ അർത്ഥം പറഞ്ഞു വിടാനേ ഉള്ളൂ. അതിനകത്ത് താത്വികമായ അംശങ്ങളോ അങ്ങനെയൊന്നും ഇതിനകത്തില്ല. സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ പ്രസംഗിക്കാം.
റസന്തി എന്നുള്ളതിന്റെ അർത്ഥം എന്താ? ഏതാ? റസന്തി റസന്തി ചുരുങ്ങും. ചുരുങ്ങും. ഹ്രസ്വമായിട്ട്. ആ. ഉപസംഹരിക്കാം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. നമസ്തേ സർ. നമസ്കാരം.